അപ്പൊ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമസ്കാരം. ഞാനിപ്പോ ഗോപു നന്ദിലത്തിന്റെ വീട്ടിലാണ്. ഇത് ഡോക്ടർ പ്രേംകുമാർ ആൻഡ് ഡോക്ടർ ധീരജ്. അല്ലപ്പോ എന്തപ്പോ ഇവിടെ അച്ഛന് കാര്യം എന്നുള്ള അച്ഛനൊരു കാര്യമുണ്ട്. ഈ ഡോക്ടറുടെ പേരാണ് ബുദ്ധിമുട്ടുകൾ മാറ്റുന്ന ഡോക്ടർ, ഡോക്ടർ പ്രേംകുമാർ. പ്രേം എന്ന് പറഞ്ഞാൽ സ്നേഹം. അതെ, സ്നേഹം കൊണ്ട് മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റുന്ന ഒരു ഡോക്ടറുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് ഗോപു നന്ദിലത്ത്. അറിയാലോ, ഗോപു നന്ദിലത്തിന്റെ ബുദ്ധിമുട്ട് അങ്ങോട്ട് മാറ്റി. ബുദ്ധിമുട്ട് മാറ്റുക നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഗോപു നന്ദിലത്തിന്റെ നീ റീപ്ലേസ്മെന്റ് ചെയ്തിരിക്കുകയാണ്. അത് സാധാരണ ചെയ്യേണ്ടതല്ല, അത് സാധാരണ ചെയ്യേണ്ടതാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഡോക്ടർ നിങ്ങളോട് ഇപ്പൊ പറയും. എന്താണ് ഡോക്ടർ പ്രേംകുമാർ, മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുന്ന ഡോക്ടർ. ഡോക്ടർ ജി, എന്താ സംഭവം, എന്താ അതിന്റെ പ്രത്യേകത? ഗോപോട്ടന് മുട്ടുതേമാനായിരുന്നു. മുട്ടുതേമാനം കൊണ്ട് വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടാണ് അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ മാറ്റിയത്. അപ്പൊ ഈ മുട്ടുതേമാനം കൊണ്ടുള്ള ബുദ്ധിമുട്ട്, വേറെ പല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവിട്ട. നമ്മൾ ഈ മുട്ടുമ്മലാണ് മുട്ടണത്. ആ മുട്ട് നമ്മൾ അങ്ങോട്ട് റീപ്ലേസ് ചെയ്തു. ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നുള്ളത് ഗോപോട്ടൻ തന്നെ പറയും. പക്ഷെ ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ ടെക്നിക്ക് മിനിമലി ഇൻവേസീവ് നീ റീപ്ലേസ്മെന്റ്. ചെറിയ മുറിവിലൂടെ മുട്ട് മാറ്റി വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മുട്ടിലെ ഇൻസിഷൻ ചെറുതായിരിക്കും. ആ മുട്ടിന്റെ മുകളിലുള്ള ക്വാഡ്രിസെപ്സ് മസിൽ, ഈ തൊടയിലെ മസിൽ നമ്മൾ മുറിക്കാതെ ആ മസിലിന് അടിയിലൂടെ ഈ സർജറി ചെയ്യും. എത്ര സമയം എടുക്കും സർജറി ടൈം മാക്സിമം ഒരു 30 to 35 മിനിറ്റ്സേ വേണ്ടൂ. മനസ്സിലായല്ലോ? അതായത് 1 മണിക്കൂറൊന്നും വേണ്ടത്. നമ്മൾ വിചാരിക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഡോക്ടർക്കില്ല, നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ, ഡോക്ടർക്ക് അതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിക്കുക, മസിൽ കട്ടാവാതെ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം എൻ്റെ ഓപ്പറേഷൻ നടന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. മസിൽ കട്ട് ചെയ്യാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എത്രയും വേഗം നമ്മൾ വേദന ഉണ്ടാവില്ല, ഹീലിംഗ് ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് ഹീലിംഗ് സംഭവിക്കുകയും ചെയ്യുന്നത്. ഡോക്ടറുടെ വീഡിയോസ് ഞാൻ കാണുകയായിരുന്നു. അതായത് ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത മനുഷ്യര് റീപ്ലേസ്മെന്റ് കഴിഞ്ഞിട്ട് എത്ര 3 ദിവസം കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസം തന്നെ അവർക്ക് നടന്നു തുടങ്ങാം. പിറ്റേ ദിവസം തന്നെ നടന്നു കൊടുക്കും. ഒരു മാസം കഴിയുമ്പോ അവർക്ക് അതിന്റെ പിറ്റേ ദിവസം തന്നെ അവർക്ക് സ്റ്റെപ്സും കയറാം, കാർ ഓടിക്കാം, വാക്കർ വടി ഒന്നും ഉപയോഗിക്കേണ്ട. പിന്നെ അതിന് പ്രത്യേകത, ഇന്ന് വരെ ഗോപു വാക്കർ ഉപയോഗിച്ച ഇല്ല. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് വരെ വാക്കർ ഉപയോഗിച്ചിട്ടില്ല. തന്നെ എഴുന്നേറ്റ് നടക്കുകയാണ്. കൈയും കാലൊക്കെ എങ്ങനെ വേണമെങ്കിൽ തിരിക്കാം. അപ്പോ ഇത് എന്തിനാ ഇപ്പൊ ഞാനിത് പറയുന്ന വെച്ചാല്, ഇങ്ങനെ ഡോക്ടറുടെ ഈ സർവീസ് കൊണ്ട് 100 കണക്കിന് പേരാണ് ജീവിതത്തിൽ അവരുടെ മുഖത്ത് സ്മൈല് വരുത്താൻ സാധിച്ചത്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്ക് എഴുന്നേറ്റ് നടക്കാതെ, എനിക്ക് തീരെ വയ്യ, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റണില്ല, നടക്കാൻ പറ്റണില്ല എന്ന് പറയുന്ന എത്ര വയസ്സുള്ള എത്ര വയസ്സ്? 93 വയസ്സുള്ള ഒരാളുടെ നീ റീപ്ലേസ്മെന്റ് അടക്കം നടത്തിയിട്ടുണ്ട്. കുറേ വീഡിയോസ് ഉണ്ട്. ഇത് ഞാൻ പറയുന്നത്, ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാലോ. വേണ്ട 2 മാറ്റല്ലേ? 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. അപ്പൊ ഡോക്ടർ ധീരജ് ഉണ്ട്. ധീരജ്, യു ഡു ദ സർവീസ് വിത്ത് ഹിം. ഞാനിപ്പം ഒരു 1 year ആയിട്ട് ഇപ്പൊ സാറിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഞാനിപ്പം മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്, MS പഠിച്ചത് ഇറങ്ങിയത്. അപ്പൊ അത് മുതൽ ഞാൻ പിന്നെ കയറിയത് സാറിന്റെ കൂടെയാണ്. സാറിന്റെ കൂടെ കയറിയതിന് ശേഷമാണ് ഇത് ഇത്രയും ഈസി ആയിട്ട് ആൾക്കാരെ മൊബിലൈസ് ചെയ്യിക്കാൻ പറ്റുമെന്നുള്ള കാര്യം, ഇത്ര ഈസി ആയിട്ട് ആൾക്കാർക്ക് നടന്നു പോവാന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. അപ്പോ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ എഴുന്നേൽക്കാനായിട്ട് പറ്റില്ല. കാരണം ഈ മുട്ട എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ബോഡിയുടെ വെയിറ്റ് മുഴുവൻ, അല്ലേ ഡോക്ടർ ജി? ബോഡിയുടെ വെയിറ്റ് മുഴുവൻ താങ്ങുന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ തടി കുറയ്ക്കണം എന്നുള്ളൊരു, ഞങ്ങളെ പോലെ മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ
പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അത് നല്ല കാര്യമാണ് കേട്ടാ. അതേ മുട്ട് മാറ്റിയാലും വെയിറ്റ് കൂട്ടരുത്. വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് തന്നെ മുട്ടിന് വരും. എന്തായാലും ഇത് നിങ്ങളെ അറിയിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എനിക്കൊരു 1000കണക്കിന് പേരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ ഒരു ബുദ്ധിമുട്ട് മാറ്റുന്ന ഒരു ഡോക്ടറെ പരിചയപ്പെടുത്തിയതാണ്. മാക്സിമം കെയർ നൽകുന്ന മാക്സ് കെയർ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരിയിലേക്ക് നിങ്ങൾക്ക് വരാം. കോൺടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ ഇതിലിടും. ഗോപു ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞോട് ഞാൻ ഗോപുവിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഗോപു നടന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. ഞങ്ങളെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്, മദരാശി കുട്ടിക്കൂട്ടം. അതെ, മദരാശി കുട്ടിയുടെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഗോപു നടക്കണെന്ന്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷമാണ്. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഗോപു എഴുന്നേറ്റ് നടന്നു. അപ്പം ഇതുപോലെ നമ്മൾക്ക് ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റിയാൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾ കേട്ട ഈ സന്ദേശം എല്ലാവരോടും അങ്ങോട്ട് പറയേ, മാറട്ടെ ബുദ്ധിമുട്ടുകൾ. ഗോപുവിൻ്റെ വിശേഷം എന്ന് പറയാം. ഗോപുവിന് എന്തായിരുന്നു ഗോപു? എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഡോക്ടറെ സമീപിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പല ഡോക്ടർമാരെയും കണ്ടു. കേരളത്തിലെ ഒട്ടുമിക്ക ഡോക്ടർമാരെയും കണ്ടു. അപ്പോൾ അവരെല്ലാം അഡ്വൈസ് മേടിച്ചു. അവസാനം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രേംകുമാർ ഡോക്ടറെ സമീപിക്കുന്നത് ലാസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതി തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സംഗതി എന്ന് വെച്ചാൽ മസിൽ കട്ട് ചെയ്യാണ്ടുള്ള സർജറി, അതാണ് പ്രത്യേകിച്ച് നോക്കേണ്ടത്. അപ്പോൾ എൻ്റെ വൈഫ് പ്രത്യേകിച്ച് പറഞ്ഞു, മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു 45 ഡേയ്സ് വരെ ബെഡിൽ കിടക്കണം, വാക്കർ ഉപയോഗിക്കണം, സ്റ്റിക്ക് ഉപയോഗിക്കണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ ഞങ്ങൾക്ക് ധൈര്യം തന്നത് എന്താണ്, പ്രേംകുമാർ ഡോക്ടർ നിങ്ങൾ സ്റ്റിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ വാക്കർ ഉപയോഗിക്കേണ്ട, സെക്കൻഡ് ഡേ തന്നെ നിങ്ങൾക്ക് നടക്കാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല. എനിക്ക് അനുഭവമാണ്, ഞാൻ ഡോക്ടറിൽ നിന്ന് പറയാണ്. ഞാൻ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ഈ സർജറി എൻ്റെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിച്ചത് എന്തുകൊണ്ട് അവിടെ ചെയ്തു എന്ന്. ഞാനും ഡോക്ടറായിട്ടുള്ള അടുപ്പം ഇവരൊക്കെയാണ് എന്നാൽ ഹെൽപ്പ് ചെയ്തത്. അത് മാത്രമല്ല അവിടുത്തെ നഴ്സുമാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് തന്നെ അത്ഭുതം തോന്നും അവരാ കൂട്ടായ്മ. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ നമ്മുടെ ICUയിൽ ചെല്ലുമ്പോഴും, അതേപോലെ തന്നെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായപ്പോഴും, അതേപോലെ വാർഡിൽ പോയി കിടക്കുമ്പോൾ എല്ലാവരും വന്ന് നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറി. ആ സ്നേഹം തന്നെ കാണുമ്പോൾ നമ്മുടെ അസുഖം മാറിയ പോലെ. പ്രേം അതേപോലെ തന്നെ എനിക്ക് എടുത്തു പറയുന്ന സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സെക്കൻഡ് ഡേ എന്നെ ഡോക്ടർ വന്നിട്ട് ബെഡിൽ നിന്ന് എനിക്ക് നടക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ഭുതം, നടക്കാൻ എനിക്ക് കാല് തന്നെ നിലത്ത് കുത്താൻ പറ്റുന്ന അത്ഭുതമായിരുന്നു. ഞാൻ ശരിക്കും കാല് കുത്തി രണ്ടാമത് നടന്നു. 3-ാം ദിവസം തന്നെ സ്റ്റെപ്പ് കയറ്റിയെന്ന് വെച്ചാൽ സ്റ്റെയർ കേസിക്ക് നടക്കാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു ഫസ്റ്റ് ഇടത്തേ കാല് വയ്ക്കാൻ പറഞ്ഞു, പിന്നെ അതിൻ്റെ വലത്തേ കാല് വയ്ക്കാം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഞാൻ വെച്ച് കയറി കഴിഞ്ഞു. ഞാൻ ഫുള്ള് സ്റ്റെയർ കേസ് കയറി. 3-ാം ദിവസം അത്ഭുതമാണ് കേട്ടോ പറയുന്നത്. ഒരു സ്റ്റിക്കില്ല, ഒരു വാക്കറില്ല, ഒന്നുമില്ലാണ്ടാണ് ഞാൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് 4th ഡേ ഞാൻ ഡിസ്ചാർജ് ചെയ്ത്. എൻ്റെ വീടാണെങ്കിൽ ഹൈറ്റ് കൂടിയൊരു വീടാണ്. അപ്പോൾ 9 സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ വീട്ടിലേക്ക് കയറാൻ തന്നെ എങ്ങനെ ബുദ്ധിമുട്ടി ഞാൻ മനസ്സിൽ ചിന്തിച്ചാണ് ഹോസ്പിറ്റലിൽ കിടന്നിരുന്നത്. എൻ്റെ സ്റ്റെപ്പ് ഞാൻ നടന്ന് 9 സ്റ്റെപ്പും വീട്ടിൽ കയറി എൻ്റെ പൂജാ റൂമിൽ കയറി ഞാൻ തൊഴുതു. എനിക്ക് ഭയങ്കര സന്തോഷമായി ഡോക്ടർ ചെയ്ത ഒരു കാര്യം. ഇപ്പോൾ ചെറിയ വേദനയൊക്കെ ഉണ്ട്. അത് രാത്രിയിൽ ചെറിയ എന്താ പറയുക, ഇത് മറ്റൽസ് അത് നമ്മുടെ ബോഡി ആയിട്ട് ഒന്ന് സിങ്കാവാൻ സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ വരയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ, ചെറിയ വേദനയുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ എല്ലാം നടക്കും, കാര്യങ്ങൾ ചെയ്യും, വീട്ടിലെല്ലാ കാര്യങ്ങളും. അതിനിടയ്ക്ക് ഞാൻ ഗുരുവായൂർ പോയി. അതുകൂടി ആലോചിക്കണം. 14-15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഗുരുവായൂർ പോയി നടന്ന് ഗുരുവായൂരപ്പനെ തൊഴുത് തിരിച്ചു പോയി. അപ്പം ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഇനി ശബരിമല പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ശബരിമല കുറച്ച് ദിവസം വൈകട്ടെ, നടക്കണ്ടേ കുറെ. അതെ, ഈ ശബരിമല പോകുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ അടുത്ത മാസം തന്നെ, ഈ മാസം തന്നെ ചിലപ്പോൾ ഞാൻ ഒരു ഫോറിൻ ട്രാവലിൽ പോകും. അപ്പോൾ എൻ്റെ ധൈര്യമാണ്. ഞാൻ ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാത്തിനും ധൈര്യമുണ്ട്, ഞാൻ നടക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സ്ഥലം പോകും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ധൈര്യമായിട്ട് പോയിട്ട് വരും, ഇതിന് ഒരു പ്രശ്നം, ഈ മാറ്റിയ കാലിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. സത്യമാണ് ആ കാര്യം. നമ്മുടെ അനുഭവത്തിലൂടെ ഞാൻ അച്ഛനോട് പറയാണ്. അച്ഛൻ എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ അച്ഛനായിട്ടുള്ള ബന്ധം, അച്ഛന് ഫാദറായി പോയി, ഞാൻ ബിസിനസ്സിൽ പോയി. പക്ഷെ അച്ഛനായിട്ടുള്ള കൂട്ടുകെട്ട് അന്നും ഇന്നും നമ്മൾ തുടർന്ന് പോയി. അത് അച്ഛൻ തന്നെ അച്ഛനായിട്ട് പരിചയപ്പെട്ട ഒരാൾ വേറെ പോവില്ല. അതാണ് അച്ഛൻ്റെ ക്വാളിറ്റി. അങ്ങനെ അച്ഛനായിട്ടുള്ള ആ ക്വാളിറ്റിയിൽ അച്ഛനെ കാണാൻ പോകും. 4-ാം ദിവസം എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ അച്ഛൻ്റെ ഒപ്പം നടക്കുന്ന ഫോട്ടോ ഡോക്ടർക്ക് അത്ഭുതമായി. ഞങ്ങൾ ഒരേപോലെ സുഹൃത്തുക്കൾ പോലെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന വീട്ടിൽ. അപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. എന്തായാലും ഈ മാക്സ് കെയർ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. എൻ്റെ ഫുൾ ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരും, നിങ്ങൾക്ക് മുട്ട് സംബന്ധമായ എന്ത് അസുഖത്തിനും
നീ റീപ്ലേസ്മെൻറ്റിന് ഡോക്ടർ പ്രേംകുമാർ ഡോക്ടറെ സമീപിക്കുക. എല്ലാ കാര്യത്തിലും അദ്ദേഹം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. നിങ്ങളൊരാളായി നിന്നുകൊണ്ട് അദ്ദേഹം എല്ലാം സർവീസും കാര്യങ്ങളും എല്ലാത്തിനും ഒത്തൊരുമിച്ച് അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് ഞാൻ. അച്ഛനോട് ഞാൻ പ്രത്യേകിച്ച് പറയണു, അച്ഛൻ ഈ കാര്യങ്ങൾ കറക്റ്റ് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി വിശ്വാസം ഉണ്ടാവും. അച്ഛൻ എൻ്റെ കാര്യം നേരിൽ കണ്ടൊരു വ്യക്തിയാണ്. ഞാനൊരു സാക്ഷ്യം പോലെയാണ്. കാരണം വെച്ചാല് ഗോപ അന്ന് എഴുന്നേറ്റ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നടക്കുകയാണ് ചെയ്തത്. 4 ദിവസമായിട്ടുള്ളൂ, 4 ഡേയ്സിന് ശേഷം ഒരു നീ റീപ്ലേസ്മെന്റിന് ശേഷം 4-ാം ദിവസം എഴുന്നേറ്റ് ഞങ്ങൾ ഒരുമിച്ച് നടന്ന് വീഡിയോ എടുത്ത് ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഭക്ഷണം കഴിച്ചു അത് ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ച് ഞങ്ങള് നടന്ന്. നിങ്ങളോട് പറയാനുള്ളത് ഇത് ഒരു സദ്വാർത്തയാണ് നിങ്ങളോട് പറയുന്നത്. കാരണം വെച്ചാല് മുട്ട് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആൾക്കാർ പണ്ടൊക്കെ നമുക്ക് വലിയ പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ റീപ്ലേസ്മെന്റ് ഒക്കെ വലിയ വാർത്തയായിട്ടുണ്ട്. ഇന്നിതൊരു 1/4 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായി മാറി. മാത്രമല്ല ഭയങ്കരമായിട്ട് റിസൾട്ട്. മാത്രമല്ല ഗോപു പറഞ്ഞ ഒരു കാര്യം, ഡോക്ടേഴ്സിന്റെ ഹോസ്പിറ്റലുകാരൻ എല്ലാ ഹോസ്പിറ്റലും ഇങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന ഒരു രോഗിക്ക് ഒരു ആശ്വാസത്തിൻ്റെ തീരത്ത് അണയുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകണം. അവർ നടന്നു പോണ കാണുമ്പോൾ ഇവരുടെ ഹൃദയത്തിൽ കിട്ടുന്ന ആ സന്തോഷം ഈ ലോകത്തിലെ ഡോക്ടർമാർക്ക് മാത്രമുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ കേടുകൾ തീർത്ത് നമ്മൾ സൗഖ്യത്തോടെ നടന്നു പോണ കാണുമ്പോൾ ഡോക്ടർമാരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന അതിനേക്കാളും വലിയ ഒരു നേട്ടവും അവർക്കില്ല. അപ്പോൾ പ്രേംകുമാർ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റട്ടെ. അപ്പോൾ ബുദ്ധിമുട്ടുകൾ മാറ്റുന്ന ഡോക്ടർ പ്രേംകുമാർ.